A warm good morning to all. എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം. Once again, welcome back to Simply English WhatsApp class. It's me Faisal Mahiri from Nadumatur. How are you, dear friends? Are you all fine? Are you all happy? I hope you are well. You are happy. I am also fine, alhamdulillah. First of all, I wish you a wonderful and peaceful day. We are going to learn English psychologically, simply. Are you ready? I hope so. English is one of the most spoken language in the world. And English also become important to make a good career. Thousands of job opportunities are waiting for those who are proficient in English. It's an international link language. Wherever we go, we can communicate using English. And English is becoming more and more important today. In today's competitive world, importance of English can't be ignored. Can we think of science without English? Can we go to higher studies without English? Never. Without English, we can't go to higher study. Right? So, my dear friends, English is very, very important. Learning English will give us most of the benefits. It develops our personality also. If you have some sufficient knowledge of English, you can make yourself understand almost everywhere. You can share your ideas and you can communicate easily with others in English. You can express your ideas. You can communicate. You can express your ideas to large number of people. So, my dear friends, everybody must learn English. It's always beneficial for everyone. To improve your English, you should practice every day. And make yourself a steady plan. Decide how much time spent for study, for learn English. And establish a routine. Tell your family members and your friends about your study plan. Okay? Go ahead. Start learning English. Don't delay. Happy learning. I wish you all the best. എല്ലാവർക്കും സകല നന്മകളും നേരുകയാണ്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ വളരെ മർമ്മപ്രധാനമാണ്. ഒരു നല്ല ജോലി ലഭിക്കുക, നമുക്ക് നമ്മുടെ വ്യക്തിത്വ വികസനത്തിന് എല്ലാറ്റിനും ഉതകുന്ന ഒന്നാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്നത്. ദിനേന പ്രാക്ടീസ് ചെയ്യുക, നമ്മുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, അവരുടെയൊക്കെ സഹായം തേടുക. അങ്ങനെ പതുക്കെ നമുക്ക് ഈ ഒരു ഇംഗ്ലീഷ് ഭാഷയെ മെരുക്കിയെടുക്കാൻ നമുക്ക് പറ്റും. ഓരോ സന്ദർഭങ്ങൾ, ഓരോ പ്രയോഗങ്ങൾ പഠിക്കുക, അതൊക്കെ പ്രാവർത്തികമാക്കുക. എല്ലാ ദിവസവും ഒരല്പസമയം ഇതിനു വേണ്ടി നീക്കി വെക്കുക. എന്നാൽ എല്ലാവർക്കും ഒരു കാര്യം ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും.
അപ്പോൾ ഓക്കെ, ഇതുവരെ നമ്മൾ പഠിച്ചത് ഹാവ് ഗ്രൂപ്പിലെ ചില പ്രയോഗങ്ങളാണ്. ഉണ്ട് എന്നും ഇല്ല എന്നും ഉണ്ടായിരുന്നു എന്നും ഉണ്ടായിരുന്നില്ല എന്നും ഉണ്ടോ എന്ന് ചോദിക്കാൻ, ഇല്ലേ എന്ന് ചോദിക്കാൻ, ഉണ്ടായിരുന്നോ എന്ന് എങ്ങനെ ചോദിക്കാം, ഉണ്ടായിരുന്നില്ലേ എന്ന് എങ്ങനെ ചോദിക്കാം, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം, എനിക്ക് പ്രയാസമുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടില്ല, ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടില്ലേ എന്നൊക്കെ പറയാൻ നമ്മൾ പഠിച്ചു. എനിക്ക് എന്ന് മാത്രമല്ല, നിങ്ങൾക്ക്, അവർക്ക് എല്ലാം. ഹാവ് ഡിഫിക്കൽറ്റി ആൻഡ് ഹാസ് ഡിഫിക്കൽറ്റി, ഇതൊക്കെ നമ്മൾ പഠിച്ചു. എനിക്കൊരു വിഷയം പ്രയാസമുണ്ട് എന്ന് പറയാൻ അതിൻ്റെ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചു. ഉദാഹരണമായിട്ട് ഇപ്പൊ എനിക്ക് ഈ പാഠം വായിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. ഐ ഹാവ് ഡിഫിക്കൽറ്റി ഇൻ റീഡിങ് ദിസ് ലെസൺ. ഈ ചാപ്റ്റർ വായിക്കാൻ, ഈ പാഠം വായിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അങ്ങനെയാണ് അത് പറയാം, ഹാവ് ഡിഫിക്കൽറ്റി. ഐന്റെ കൂടെ യുവിന്റെ കൂടെ ഒക്കെ ഹാവ് ഡിഫിക്കൽറ്റിയാണ്. അതുപോലെ ദേ, വി, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, അങ്ങനെയൊക്കെ. എന്നാൽ ഹി, ഷീ അങ്ങനെയൊക്കെ ആവുമ്പോൾ ഹാസ് ഡിഫിക്കൽറ്റിയാണ്. ഉദാഹരണമായിട്ട് അവന് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവൻ, അപ്പോൾ ഒരാളാണ്, അപ്പൊ ഹി ഹാസ് ഡിഫിക്കൽറ്റി ഇൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഷീ ഹാസ് ഡിഫിക്കൽറ്റി ഇൻ റീഡിങ് ദിസ് ബുക്ക്. ഈ രീതിയൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ബുദ്ധിമുട്ടില്ല എന്ന് പറയാൻ പഠിച്ചു. ഐ ഡോണ്ട് ഹാവ് എനി ഡിഫിക്കൽറ്റി ഇൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പഠിച്ചു. ഡു യു ഹാവ് എനി ഡിഫിക്കൽറ്റി ഇൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ്? ബുദ്ധിമുട്ട് ഇല്ലേ എന്ന് ചോദിക്കാനും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ പാസ്റ്റ് ആണ്. അതായത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഈ പുസ്തകം വായിക്കാൻ, ഈ ചാപ്റ്റർ വായിക്കാൻ, ഇവിടെ വരാൻ എനിക്ക് പ്രയാസമുണ്ടായിരുന്നു, ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് പ്രയാസമുണ്ടായിരുന്നു. ആ ഒരു മെത്തേഡ്, അതിന് നമ്മൾ മുമ്പ് പഠിച്ച ഹാഡാണ്, HAD. വളരെ സിമ്പിളാണ്. ഹാഡ് ഡിഫിക്കൽറ്റി. ഹാഡിന്റെ പ്രത്യേകത, ഹാഡ് എല്ലാറ്റിന്റെ ഒപ്പവും കൂടും. ഐ ആണെങ്കിലും, യു ആണെങ്കിലും, ദേ ആണെങ്കിലും, വി ആണെങ്കിലും, ഷീ ആണെങ്കിലും, ഇറ്റ് ആണെങ്കിലും, സ്റ്റുഡൻസ്, ഡ്രൈവേഴ്സ്, ടീച്ചർ, ടീച്ചേഴ്സ്, ആനിമൽ, ആനിമൽസ്, എന്തിന്റെ കൂടെയും ഹാഡ് പറ്റും. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ ഐ ഹാഡ് ഡിഫിക്കൽറ്റി. ഫോർ എക്സാമ്പിൾ, ഐ ഹാഡ് ഡിഫിക്കൽറ്റി ഇൻ റീഡിങ് ദിസ് ബുക്ക്, ദിസ് ലെസൺ. ഈ പാഠം വായിക്കാൻ എനിക്ക് പ്രയാസമുണ്ടായിരുന്നു. ഐ ഹാഡ് ഡിഫിക്കൽറ്റി ഇൻ സ്പീക്കിംഗ് അറബി. അറബി സംസാരിക്കുന്നതിൽ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു. ഐ ഹാഡ് ഡിഫിക്കൽറ്റി ഇൻ കമ്മിങ് ഹിയർ. ഇവിടെ വരുന്നതിൽ എനിക്ക് പ്രയാസമുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് പ്രയാസമൊന്നുമില്ല, മുമ്പുണ്ടായിരുന്നതാണ്. ഇപ്പൊ നമ്മള് പതുക്കെ സ്പോക്കൺ ഇംഗ്ലീഷ് വാട്സപ്പ് ക്ലാസ്സിലൊക്കെ ചേർന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറച്ചൊക്കെ പഠിച്ചു. അധികമൊന്നുമില്ലെങ്കിലും ഒരു അല്പസ്വല്പമൊക്കെ നമുക്ക് ഒപ്പിക്കാം. പക്ഷെ മുമ്പ് അങ്ങനെയല്ല, വലിയ പ്രയാസമായിരുന്നു. അപ്പൊ മുമ്പുണ്ടായിരുന്നൊരു പ്രയാസം, ഐ ഹാഡ് ഡിഫിക്കൽറ്റി ഇൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി എനിക്ക് എന്ന് മാത്രമല്ല, അവന്. അപ്പൊ യു ഹാഡ് ഡിഫിക്കൽറ്റി. നിങ്ങൾക്ക് യു, അവർക്ക് ദേ, നമുക്ക് വി ഹാഡ് ഡിഫിക്കൽറ്റി. അവന് ഹി, ഷീ എന്ന് പറയുമ്പോ അവൾക്ക്, വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻസ്, യാത്രക്കാർക്ക് പാസഞ്ചേഴ്സ് ഹാഡ് ഡിഫിക്കൽറ്റി ഇൻ ഗോയിങ് ദയർ. അവിടെ പോകുന്നതിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആണ്, അതായത് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല. സിമ്പിളാണ്. ഹാഡിന്റെ കൂടെ നോ ചേർക്കുക, ഹാഡ് നോ. ഐ ഹാഡ് നോ ഡിഫിക്കൽറ്റി ഇൻ റീഡിങ് ദിസ് ബുക്ക്. ഈ പുസ്തകം വായിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഓപ്പോസിറ്റ് ആയി. അവിടെ ഹാഡിനോക്ക് പകരം ഡിഡിന്റ് ഹാവും ചേർക്കാം, കുഴപ്പമില്ല. ഐ ഡിഡിന്റ് ഹാവ് എനി ഡിഫിക്കൽറ്റി ഇൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ എനിക്കൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ഐ ഹാഡ് നോ എനി ഡിഫിക്കൽറ്റി ഇൻ കമ്മിങ് ഹിയർ. ഇവിടെ വരുന്നതിൽ എനിക്കൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല.
ഓക്കെ, വി വെച്ച് പറയാം. വി ഹാഡ് നോ ഡിഫിക്കൽറ്റി ഇൻ റണ്ണിങ് ഫാസ്റ്റ്. വേഗതയിൽ ഓടാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ പറയും. ഇനി ചോദിക്കാൻ, പാസ്റ്റിൽ ചോദിക്കാൻ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായിരുന്നോ ചോദിക്കുക. അപ്പൊ ഡിഡ് വെച്ചാ ചോദിക്കുക. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. അപ്പൊ ഡിഡ് യു ഹാവ് എനി ഡിഫിക്കൽറ്റി ഇൻ റീഡിങ് ദിസ് ചാപ്റ്റർ? ഈ ചാപ്റ്റർ വായിക്കുന്നത് നിങ്ങൾക്ക് വല്ല പ്രയാസവും ഉണ്ടായിരുന്നോ? ഒക്കെ ഡിഡ്. യു ആണെങ്കിലും വി ആണെങ്കിലും ദേ ആണെങ്കിലും ഹി ആണെങ്കിലും ഒക്കെ ഡിഡ് ആണ്. ഡിഡ് ദേ ഹാവ് എനി ഡിഫിക്കൽറ്റി ഇൻ റൈറ്റിംഗ്? അവർക്ക് എഴുത്തിൽ വല്ല പ്രശ്നവും ഉണ്ടായിരുന്നോ? വളരെ സിമ്പിൾ. ഇനി അതിന്റെ നെഗറ്റീവ് ഉണ്ടായിരുന്നോ എന്നത് ഉണ്ടായിരുന്നില്ലേ. അപ്പോ ഡിഡ് എന്താകും? ഡിഡിന്റ് ആകും. ഡിഡിന്റ് യു ഹാവ് എനി ഡിഫിക്കൽറ്റി ഇൻ റീഡിങ് ദിസ് ബുക്ക്? ഈ പുസ്തകം വായിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ഞാൻ ചോദിക്കൂല. എങ്കിലും നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ അതിന്റെ 4 രീതിയും മെത്തേഡും നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ ഈ ചാപ്റ്റർ ഇന്നത്തോടു കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹാവിന്റെ എല്ലാ ഉപയോഗക്രമങ്ങളും നമ്മൾ പഠിച്ചു. നിത്യജീവിതത്തിലൊക്കെ നമുക്കതൊരു 40% നമുക്ക് എപ്പോഴും ആവശ്യമായി വരുന്ന ഒന്നാണ്. ഇത് പഠിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്കത് പറയാനും അത് പ്രകടിപ്പിക്കാനും അത് ചോദിക്കാനും അതിന് മറുപടി പറയാനും ഒക്കെ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സിമ്പിൾ മെത്തേഡാണ്. ഒരു ശരിയായ ഒരു പ്രോപ്പർ ഒരു ശരിയായ ഒരു മെത്തഡോളജിയാണ്. വളരെ സൈക്കോളജിക്കലിയാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ സായിപ്പിനെ പോലെ സംസാരിക്കാൻ കഴിയൂല എങ്കിലും നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മുടെ ആശയവിനിമയം നമുക്ക് സാധ്യമാക്കാൻ, നമുക്ക് എളുപ്പമാക്കാൻ പറ്റും. അപ്പോ ഉണ്ട്, ഇല്ല, ഉണ്ടോ, ഇല്ലേ, അതാണ് പ്രസന്റില് ഹാവിന്റെ ഒരു പ്രയോഗം. പിന്നെ പാസ്റ്റില് ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നോ, ഉണ്ടായിരുന്നില്ലേ. അത് ഇത് പാസ്റ്റില് മുമ്പ് പറഞ്ഞത് പ്രസന്റില്. ഉണ്ട്, ഇല്ല, ഉണ്ടോ, ഇല്ലേ, ഇത് പ്രസന്റില് വർത്തമാനകാലത്തിൽ. ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നോ, ഉണ്ടായിരുന്നില്ലേ, അത് പാസ്റ്റില്. ഓക്കെ. പിന്നെ അതിന്റെ WH ക്വസ്റ്റ്യൻ, എന്തൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയുള്ള കാർ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എവിടെയാണ് ഊരുണ്ടായിരുന്നത്, WH ക്വസ്റ്റ്യൻ അതും പഠിച്ചു. അതിനുശേഷമാണ് നമ്മൾ ഹാവ് ഡിഫിക്കൽറ്റിയും ഹാസ് ഡിഫിക്കൽറ്റിയും. ഒരു ബുദ്ധിമുട്ടുണ്ട്, ബുദ്ധിമുട്ടില്ല, ബുദ്ധിമുട്ടുണ്ടോ, ബുദ്ധിമുട്ടില്ലേ, ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നോ. ഇപ്പൊ ഇന്ന് പഠിച്ചത് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നോ, ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല, ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നോ, ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ലേ. ഇതോടുകൂടി നമുക്ക് ഇനി ചെറിയൊരു മെത്തേഡ് കൂടെ ഉണ്ട്. ഇതിന്റെ ഈ ഹാവ് ഡിഫിക്കൽറ്റിയുടെ ഒരു WH ക്വസ്റ്റ്യൻ ഉണ്ട്. അത് വളരെ ചെറിയൊരു ഭാഗമാണ്. അത് നമുക്ക് നാളെ അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ നാളെ എന്തായാലും പഠിക്കാം. അതിനുശേഷം ഒരു പുതിയ ചാപ്റ്റർ, ഒരു പുതിയ മെത്തേഡ്, ഒരു യൂസേജ് കൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഏതായാലും പുതിയ ബാച്ച് അടുത്ത മാസം ആരംഭിക്കുന്നുണ്ട്, ലെവൽ 1. അതിലേക്ക് താല്പര്യ ആളുകൾക്ക് ചേരാം. എല്ലാ ദിവസവും വാട്സപ്പിലൂടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കുക. ആ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പറയാം. എന്തൊക്കെ പഠിച്ചു അത് ഇംഗ്ലീഷിൽ പറയണം. അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്പീച്ച്, ചെറിയ ചെറിയ പ്രസംഗങ്ങൾ ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ പറയാം. ടുഡേ ഐ കുഡ് ലേൺ ഫ്രം our assembly WhatsApp class the usage of have. I would like to share some examples with you. If any mistakes, please correct me, help me, support me എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉദാഹരണങ്ങളൊക്കെ പറയാം. അതിനുശേഷം let me conclude my words, അങ്ങനെ ഇംഗ്ലീഷിൽ തന്നെ പറയാം. പിന്നെ ആ പഠിച്ച വിഷയങ്ങൾ, ആ യൂസേജുകളൊക്കെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയൊരു സ്പീച്ച്, ഉദാഹരണമായിട്ട് നമ്മുടെ മൈസെൽഫ് സ്പീച്ച്, അബൌട്ട് അവർ ഫാമിലി, അബൌട്ട് അവർ പാരൻസ്, അങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞ് പഠിക്കണം. സംസാരിച്ച് പഠിക്കണം. വേറെ മാർഗങ്ങളില്ല. അപ്പൊ ഇങ്ങനെ ഓരോ മാർഗങ്ങൾ പഠിക്കുകയും പഠിച്ച മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുക,
പ്രസംഗിക്കുക. അങ്ങനെ നമ്മൾ മലയാളം എങ്ങനെയാണോ പഠിച്ചത്, പച്ച മലയാളം പോലെ സൂപ്പർ ഇംഗ്ലീഷ്, അതാണ് നമ്മൾ പഠിക്കുന്നത്, ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എന്നെ ശ്രമിച്ച, എന്നെ കേൾക്കാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്കൊക്കെ നന്ദി പറയുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം. സിമ്പിളായി ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും